ടിക്കറ്റ് എടുക്കാനാ? ലോങ്. അപ്പം നമ്മുടെ വണ്ടിയായിരുന്നു. ഇനി നേരെ പോവാണ് കേട്ടോ, നേരെ മഞ്ഞളിലേക്ക്. അടിപൊളി. तो हम लोग अच्छा बर्फ घूमने का जाए, ऊपर जा सकता है। जाओ देखो वहाँ से स्लाइड करो, बढ़िया वीडियो बनाओ, मजा आएगा। हाय बोलो भैया कैमरा में। हेलो गाइस। ठीक है भाई, थैंक यू. ഇത് മൊത്തം ഐസാണ്. कितना चढ़ सकता है उतना चढ़ेगा. ഇല്ലിപ്പിലാക്കൽ ഏതോ മലയാളി വന്ന് ചെയ്ത പരിപാടിയാണല്ലോ, കൊള്ളാലോ. ഇല്ലിപ്പിലാക്കൽ ആൾക്കാർ വന്ന്, മലയാളീസ് വന്ന് വെച്ചതാണ് ഇല്ലിപ്പിലാക്കൽ. വാ, എന്താ പ്ലേസ്. മോളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ബർഫിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ റോഡ് വരെ എത്തും. അടുത്തോട്ട് ഇതുണ്ട്, താഴെ കാണാൻ തന്നെ അവൻ വണ്ടി ഇറങ്ങിയത്. ഈ തൊട്ട് പുറകെ കാണുന്നതാണ് വലിയ പീക്ക്. അതിന് മോളിൽ കറണ്ട് പരിപാടിയാ. വേർത്ത് കുളിച്ചു. നീ നമ്മൾ മുകളിൽ കയറണം. ഇച്ചിരിയോടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ മല ഈ പീക്ക് കയറാം. പക്ഷേ ഈ മല നമുക്ക് കയറിപ്പോണം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി -ഡിഗ്രിയിലുള്ളത്. നമുക്ക് ഈ മലയുണ്ടല്ലോ, ഈ മലയുടെ മുകളിൽ എത്താൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ പറ്റുന്നത്ര നമ്മൾ കയറും. എന്നാ തണുപ്പ്. അവ അവിടെ നിന്ന് വരുന്നുള്ളൂ. ഒറ്റയടിക്ക് കയറാൻ പറ്റില്ല കേട്ടോ, നന്നായിട്ട് ശ്വാസം മുട്ടും. അങ്ങ് താഴെയാണ് നമ്മൾ വന്ന പോയിൻ്റ്. അവിടെ നിന്ന് നമ്മൾ മലയുടെ മുകളിൽ ഇവിടെ വരെ കയറി. എന്താ പോയിൻ്റ് അല്ലേ. നമ്മൾ നടന്ന് കയറി പകുതി എത്തി. ഇനിയും കിടക്കുവാണ് മലയുടെ മുകളിൽ കയറാൻ കേട്ടോ. എൻ്റെ അമ്മോ, ഇതാണ് മോനെ അഡ്വഞ്ചർ. ഇങ്ങനെയുള്ള അഡ്വഞ്ചർ ഒന്നുമില്ല പിന്നെ ലൈഫിന് എന്താ സുഖമല്ലേ, കുഴപ്പമില്ല. പക്ഷേ 2 സ്റ്റെപ്പ് എടുക്കുമ്പോഴേക്കും നമ്മൾ കിതയ്ക്കും. എന്നാലും കിതയ്ക്കും ചെയ്യുന്നുണ്ട്, വേർക്കും ചെയ്യുന്നുണ്ട്. കണ്ട് നമ്മൾ മഞ്ഞ് കളിക്കാനുള്ള ജാക്കറ്റ് കിട്ടുക വേറെ 250 രൂപ കൊടുത്ത് വാടകയ്ക്ക് എടുത്ത സാധനമാണിത്. ഷൂവും ജാക്കറ്റെല്ലാം കൊണ്ട് 250 രൂപ. ഈ നടപ്പ് നടക്കുവാണെങ്കിൽ നമുക്ക് ഒരു ജാക്കറ്റിൻ്റെ ആവശ്യമില്ല, നല്ല വേർത്ത് മുകളിലെത്തും. പക്ഷേ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ -5 ആണ് ഇവിടെ, -5 ആണ് ഇവിടെ. ഇവിടുന്ന് തെന്നിക്കഴിഞ്ഞാൽ താഴെ എത്തും. കാല് പോയി. വാ, ഇത്രയും കൂടെ ഉണ്ട്. ഇത്രയും കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഐസ് മല കയറാം. നേരെ വന്ന് കിടന്നു കേട്ടോ. ഇതെങ്ങനെയുള്ള വഴിയാണെന്നുണ്ടോ, ഇതിലെയാണ് നമ്മൾ കയറിപ്പോകുന്നത്. ഈ വഴിയാണ് നമ്മൾ മഴ മുകളിലോട്ട് കയറുന്നത്. വളഞ്ഞ് നേരെ കയറാൻ പറ്റില്ല, അതുകൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും ചെറിയ സ്ലോപ്പുള്ളിടത്തോടെ ചവിട്ടിയാണ് കയറുന്നത്. ഇവിടുന്ന് ഒരു പോക്ക് പോകണം. സ്കേറ്റിങ് നേരെ
നമ്മൾ വന്ന പോയിൻ്റ് എത്തും. എന്നെ ഇറക്കുമല്ലേ. ഈ മണ്ണൊക്കെ എപ്പോഴും ഇടിയുന്ന ഒരു അവസ്ഥ കേട്ടോ. മൊത്തത്തിൽ വിണ്ട് കയറിയിരിക്കുന്ന മണ്ണ. മുകളിൽ നിന്ന് ഐസ് ഇടിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ മണ്ണടക്കം നേരെ ഇടിഞ്ഞങ്ങ് പോകും, താഴെ ചെല്ലും. പിന്നെ പൊടി പോലും കിട്ടില്ല. അങ്ങനെയാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത്. ഇതാണ് നമ്മൾ താഴെ നിന്നുണ്ട് മൗണ്ടെയിൻ, മഞ്ഞുള്ള മൗണ്ടെയിൻ. ഇത് മൊത്തം നമ്മൾ കയറി അങ്ങനെ ഇവിടെ ഓൾമോസ്റ്റ് എത്താനായി. -5-6 ഡിഗ്രിയാണ്, വേർത്തൊഴുകുന്നു. മൈനസിലൊക്കെ വേർത്തൊഴുകുക എന്ന് പറഞ്ഞാൽ അത് ഈ മലയുടെ മുകളിൽ ഇവിടുന്ന് അങ്ങോട്ട് കാണാം. മല ഇവിടെ പുറത്ത് നല്ല രസമൊക്കെ കാണാൻ. ഇതാണ് വലിയ മല, മഞ്ഞുമൂടി കിടക്കോട്ടോ. അതിൻ്റെ പുറവശത്തുണ്ടല്ലേ വളഞ്ഞ് ഐസ് ഒഴുകി വരുന്ന നദി ഒഴുകി വന്ന് ചെറിയൊരു നദി ഉണ്ടായില്ലേ. ഈ വെള്ളമെല്ലാം ഐസ് മെൽറ്റായിട്ട് കയറുന്ന വെള്ളം കേട്ടോ. ഇനിയും കയറാനുണ്ട് കുറച്ചും കൂടെ. ഇവിടെ ഇരുന്നു ഒന്ന് വേർപ്പ് മടുപ്പ് മാറ്റി ഒന്നും കൂടെ കയറണം അതിന് മുകളിൽ. എന്താ രസം. അതിൽ നേരം നിൽക്കാൻ പറ്റില്ല കേട്ടോ. തണുത്ത കാറ്റാണ്, തണുത്ത കാറ്റ്. ഇതിനെയാണ് നമുക്ക് ഇറങ്ങിപ്പോണ്ടത്. എങ്ങനെ ഇറങ്ങിപ്പോവാവോ അറിയില്ല, ഇറങ്ങിപ്പോയാലേ പറ്റുള്ളൂ. തണുപ്പത്ത് അധികം നേരം നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഗ്ലൗസ് വിട്ടു, ജാക്കറ്റ് വിട്ടു, തൊപ്പിയും വെച്ചു, എല്ലാം വെച്ചു. ഇവിടെ കയറി വന്നപ്പോൾ നമ്മളിതെല്ലാം ഊരിക്ക് തൂറക്കളഞ്ഞാണ്. പക്ഷേ എല്ലാം പിന്നെ എടുത്തിട്ടു. കാരണം -6 ഡിഗ്രി തണുപ്പാണ്, നിൽക്കാൻ പറ്റുന്നില്ല, തണുത്ത കാറ്റുമാണ്. ഇനി ഇറങ്ങിപ്പോകൽ നല്ലൊരു പണിയാണ്. നല്ല എളുപ്പമാണ്. ഇവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നേരെ താഴെ എത്തും. പക്ഷേ പ്രശ്നം വെച്ചാൽ ബാലൻസ് കിട്ടില്ലെങ്കിൽ 2 സൈഡും കല്ലാണ്, അതോടെ ആൾ തൊടിയാവും. അതുകൊണ്ട് നമുക്ക് ഈ വഴി ഇനി സ്ലോപ്പാണ്, നല്ല സ്ലോപ്പാണ്. ഇനി അതിലെ വേണം ഇറങ്ങിപ്പോകാൻ താഴോട്ട്. മണാലി വാവ്. ഇങ്ങനെ തിരിച്ച് നമ്മൾ അടൽ ടണലിനെ പിടിക്കും. അടൽ ടണൽ ഇവിടെ നദി മല ഒരു തരത്തിൽ അവിടെ പോകുന്നത് കേട്ടോ. ഒന്നും പറയണ്ടായിരുന്നു. ഒരു സമയം 4 മണി ആവാനായി. നമ്മളൊരു 8:30 അവിടെ കയറിയതാണ്. 8 മുതൽ എനിക്ക് വന്നൊരു 3 മണി വരെ നമ്മൾ മലയുടെ മുകളിൽ കയറി. വെള്ളം മഞ്ഞിപ്പോത്തം കളിച്ച് ഞാൻ വിചാരിച്ച് 2 മണിക്കൂർ കൊണ്ട് കഴിയുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് എന്നെ പറ്റിയെന്ന് വെച്ചാൽ പവർ ബാങ്ക് കൊണ്ടുപോയില്ലായിരുന്നു. ഫോണും ക്യാമറ എല്ലാം ഓഫായിപ്പോയി. ഇവിടെ ബ്രിഡ്ജ് കഴിയുമ്പോൾ അങ്ങോട്ടാണ് അടൽ ടണൽ സ്റ്റാർട്ട് ചെയ്യുക. നല്ല ലൊക്കേഷനല്ലേ. ഇവിടുന്ന് ഉണ്ടോ ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടൽ ടണൽ, ഇവിടെ അടൽ ടണൽ കഴിഞ്ഞ് നേരെ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ റോട്ടങ് മൊത്തം തുറന്നിട്ടില്ല. മൊത്തം കല്ലും മഞ്ഞൊക്കെ വീണ് കിടക്കുകയാണ്. മഞ്ഞാണ് മൊത്തം, അതുകൊണ്ട് വഴി ബ്ലോക്കാണ്. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ലേ കാർഗിൽ ശ്രീനഗർ ലെഫ്റ്റിലേക്ക്, അതാണ് വഴി. ഇവിടുന്ന് നല്ല ചൂട് ചായ എല്ലാം കുടിക്കണം. എന്നിട്ട് റൂമിൽ ചെന്നിട്ട് ഷൂസും ശ്വാസും എല്ലാം നനഞ്ഞു കേട്ടോ. കൂടി കിടക്കും മൊത്തം നനഞ്ഞു.